ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. നമ്മൾ എന്നും സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ജൂൺ 6, നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: നോളജ് സിസ്റ്റം ഓഫ് കേരള, എ ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി KSHEC. KSHEC അവതരിപ്പിച്ച പാഠപുസ്തകമായ നോളജ് സിസ്റ്റം ഓഫ് കേരള. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരളത്തിൻ്റെ അറിവ് സംവിധാനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ പകർപ്പ് 2025 ജൂൺ 5 ആരാണ് പുറത്തിറക്കിയത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. നോളജ് സിസ്റ്റം ഓഫ് കേരള എന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ജൂൺ 5 റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ R. ബിന്ദു ആണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. ഈ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. കേരളത്തിൻ്റെ അറിവ് സംവിധാനങ്ങൾ എന്ന പാഠപുസ്തകം ഏത് സംഘടനയാണ് പ്രസിദ്ധീകരിച്ചത്? കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, KSHEC. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമായിട്ടുള്ള നോളജ് സിസ്റ്റം ഓഫ് കേരള പുറത്തിറക്കിയിട്ടുള്ളത്. ജൂൺ 5 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഈ ഒരു പുസ്തകം റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: വക്കം ഖാദർ അവാർഡ് പ്രസന്റഡ് ടു കിംസ് ഹെൽത്ത് ചെയർമാൻ. കിംസ് ഹെൽത്ത് ചെയർമാൻ വക്കം ഖാദർ അവാർഡ് സമ്മാനിച്ചു. വക്കം ഖാദർ എന്ന റവല്യൂഷണറി ലീഡർ, വിപ്ലവ നേതാവിൻ്റെ പേരിൽ ഉള്ള ഒരു അവാർഡ് ആണത്. കേരളത്തിലെ ഒരു സംഘടന കൊടുക്കുന്ന ഒരു അവാർഡ് ആണ് വക്കം ഖാദർ അവാർഡ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 5 വക്കം ഖാദർ നാഷണൽ ഫൗണ്ടേഷൻ അവാർഡ് 2024 ആർക്കാണ് ലഭിച്ചത്? MI സഹദുള്ള, കിംസ് ഹോസ്പിറ്റലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചെയർമാനുമായിട്ടുള്ള MI സഹദുള്ളയ്ക്കാണ് വക്കം ഖാദർ നാഷണൽ ഫൗണ്ടേഷൻ അവാർഡ് ജൂൺ 5 നൽകി ആദരിച്ചിട്ടുള്ളത്. വക്കം ഖാദർ ഇദ്ദേഹം 1917 മുതൽ 1943 വരെ ജീവിച്ച ഒരു സോൾജിയർ ആയിരുന്നു. അതായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഒരു വിപ്ലവ നേതാവായിരുന്നു, ഒരു സോൾജിയർ ആയിരുന്നു വക്കം അബ്ദുൽ ഖാദർ. ഇദ്ദേഹത്തിന് 103ാമത്തെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഒരു അവാർഡ് നൽകുന്നത്. ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് MI സഹദുള്ള, കിംസ് ഹെൽത്ത്. 2025 ജൂൺ 5 വക്കം ഖാദർ നാഷണൽ ഫൗണ്ടേഷൻ അവാർഡ് 2024 സമ്മാനിച്ചത് ആരാണ്? ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ഗോവയിലെ ഇപ്പോഴത്തെ ഗവർണർ ആണ് PS ശ്രീധരൻപിള്ള. അദ്ദേഹമാണ് വക്കം ഖാദർ നാഷണൽ ഫൗണ്ടേഷൻ അവാർഡ് നൽകിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: 2 more wetlands from India have been added to the റംസാർ ലിസ്റ്റ്. ഇന്ത്യയിൽ നിന്നുള്ള 2 തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ചേർത്തു. നമുക്കറിയാം റംസാർ സൈറ്റ് എന്താണെന്ന്. തണ്ണീർത്തടങ്ങൾ ആണത്. പല രാജ്യങ്ങളിലും ഉള്ള ഒന്നാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് റംസാർ സൈറ്റുകൾ. റംസാർ സൈറ്റിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2 തണ്ണീർത്തടങ്ങൾ കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂണിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ്? ഫലോഡിയയിലെ കിച്ചാൻ, ഉദയ്പൂരിലെ മീനാർ എന്ന 2 തണ്ണീർത്തടങ്ങൾ ആണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഈ 2 തണ്ണീർത്തടങ്ങളും, അതായത് 2 തണ്ണീർത്തടങ്ങളും ഇത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ പലോഡി എന്ന സ്ഥലത്താണ് കിച്ചാൻ, മറ്റൊന്ന് ഉദയ്പൂരിലുള്ള മീനാർ എന്ന സ്ഥലത്താണ്. നിലവിൽ ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകളുണ്ട്? 91. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 91 റംസാർ സൈറ്റ്സ് ആണുള്ളത്. കേരളത്തിലാണെങ്കിൽ അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ എന്നിവയെല്ലാം തന്നെ ഇതിൽ പെടുന്ന തണ്ണീർത്തടങ്ങൾ ആണ്. ഇന്ത്യയിലെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ആരാണ്? ഭൂപേന്ദ്ര യാദവ്. യൂണിയൻ മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ്, അദ്ദേഹമാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി. ഇദ്ദേഹമാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ 91 റംസാർ സൈറ്റുകൾ ആയി. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രാജസ്ഥാനിലെ 2 തണ്ണീർത്തടങ്ങൾ, ഉദയ്പൂരിലുള്ള മീനാർ, പലോഡിയിലുള്ള കിച്ചൻ എന്നിവയെല്ലാം, ഈ 2 സൈറ്റും രാജസ്ഥാനിലെ സൈറ്റുകളാണ്. റംസാർ സൈറ്റുകളുടെ അംഗങ്ങളെ പിന്തുണയ്ക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന സംഘടന ഏതാണ്?
ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇത് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന സംഘടനയാണ് റംസാർ സൈറ്റുകളുടെ അംഗങ്ങളെ പിന്തുണയ്ക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന ഓർഗനൈസേഷൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് കാശ്മീർ ഫസ്റ്റ് ഓൾ വെതർ റെയിൽ ലിങ്ക് വിത്ത് ഡൽഹി. കാശ്മീരിലെ ആദ്യ എല്ലാ കാലാവസ്ഥ റെയിൽ ലിങ്ക് ഡൽഹിയുമായി കണക്ട് ചെയ്തു. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ശ്രീ മാതാ വൈഷ്ണോ ദേവി കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ഏത് തീയതിയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്? 2025 ജൂൺ 7. ഇന്ന് ജൂൺ 7. കത്രയിലുള്ള ശ്രീ മാതാ വൈഷ്ണോ ദേവിയും ശ്രീനഗറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ശ്രീനഗറായിട്ട് ഡൽഹി കണക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഡൽഹി കത്രയിലുള്ള ശ്രീ മാതാ വൈഷ്ണോ ദേവിയിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിക്കുകയാണ്. ഇത് ഓൾ കണക്ടിവിറ്റി എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനമാണ് ജൂൺ 7 ഇന്ന്. ശ്രീ മാതാ വൈഷ്ണോ ദേവി കത്ര മുതൽ ശ്രീനഗർ വരെയുള്ള വന്ദേ ഭാരത് ട്രെയിൻ റൂട്ട് ഏത് റെയിൽ കണക്ടിവിറ്റിയുടെ ഭാഗമാണ്? ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ചേനാബ് നദിയുടെ മുകളിലുള്ള ചേനാബ് ബ്രിഡ്ജ്, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെയിൽ ബ്രിഡ്ജ്, ഇതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ ജൂൺ 6. ഇന്നിപ്പോൾ ഇതേ റെയിൽ ലിങ്കിൽ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടാൻ പോവുകയാണ്. ഇന്നാണ് ഇതിന്റെ ഫ്ലാഗ് ഓഫ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന കണക്ടിവിറ്റി. ഖത്രയ്ക്കും ശ്രീനഗറും ഇടയിലുള്ള പ്രത്യേകം നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു? 272 കിലോമീറ്റർ റെയിൽവേ ലൈൻ. 272 കിലോമീറ്റർ റെയിൽവേ ലൈൻ ആണ് ഖത്ര വൈഷ്ണോ ദേവി ക്ഷേത്രം മുതൽ ശ്രീനഗർ വരെയുള്ള ആ ഒരു റെയിൽവേ ലൈൻ. 36 ടണൽസ്, 943 ബ്രിഡ്ജസ് ആണ്. അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കുള്ളൂ. 272 കിലോമീറ്റർ, 943 ബ്രിഡ്ജ് കവർ ചെയ്യുകയും 36 ടണൽസിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ട്രെയിൻ അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയായിരിക്കുള്ളൂ ശ്രീ മാതാ വൈഷ്ണോ ദേവി ഖത്ര മുതൽ ശ്രീനഗർ വരെയുള്ള ഈ ഒരു യാത്ര വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡസോൾട്ട് ഏവിയേഷൻ ടൈസ് വിത്ത് ടാറ്റ ഫോർ റഫേൽ ഫൈറ്റർ ഫ്യൂസ്ലേജ് പ്രൊഡക്ഷൻ. റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസ്ലേജ് നിർമ്മാണത്തിനായി ഡസോൾട്ട് ഏവിയേഷൻ ടാറ്റയുമായി സഹകരിക്കുന്നു. ഫൈറ്റർ വിമാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ്ലേജ്. ഇതിന്റെ പ്രൊഡക്ഷൻ ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസ്ലേജ് നിർമ്മിക്കാൻ ഡസോൾട്ട് ഏവിയേഷനുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട ഇന്ത്യയിലെ ഏത് കമ്പനിയാണ്? ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, TASL. ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, ഡസോൾട്ട് ഏവിയേഷൻ ഒരുമിച്ച് പാർട്ട്നേഴ്സ് ആയിട്ട് റഫേൽ ഫൈറ്റർ വിമാനം, ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റഫേൽ വിമാനം, ഇതിന്റെ ഫ്യൂസ്ലേജ് ഇത് നിർമ്മിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ. ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം പ്രതിവർഷം റഫേൽ യുദ്ധവിമാനങ്ങളുടെ 24 ഫ്യൂസ്ലേജുകൾ നിർമ്മിക്കാൻ സൗകര്യമൊരുക്കുന്നത്? ഹൈദരാബാദിലാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ഇത് നിർമ്മിക്കാൻ പോകുന്നത്. അതായത് റഫേൽ വിമാനത്തിന്റെ ഫ്യൂസ്ലേജ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇത് നിർമ്മിക്കാൻ പോകുന്നത് ഡസോൾട്ട് ഏവിയേഷൻ ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ഈ ഒരു സംരംഭം ആരംഭിക്കുന്നത്. ഇത് ഹൈദരാബാദിലാണ്. റഫേൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാതാവ് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. റഫേൽ വിമാനം ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത് ഫ്രാൻസിലെ ഡസോൾട്ട് ഏവിയേഷൻ ആണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നത്തെ കറണ്ട് പോസ്റ്റിലെ ലാസ്റ്റ് ഹെഡിംഗ് ഇന്ത്യ വാസ് ഇലക്റ്റഡ് ടു ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്ക് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. യുണൈറ്റഡ് നേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആയിട്ടുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലേക്കുള്ള ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പാണ് വന്നിട്ടുള്ളത്. ഇന്ത്യക്ക് വന്നിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിലേക്ക് ഇന്ത്യ ഏത് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2026-28. ഇന്ത്യ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ, UN ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു വിങ് ആണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇതിൽ 2026-28 ഇന്ത്യ ഇപ്പോൾ ഇലക്റ്റഡ് ആയിട്ടുള്ളത്.
ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിലിന്റെ ലക്ഷ്യം എന്താണ്? ഉയർന്ന ജീവിത നിലവാരം, പൂർണ്ണ തൊഴിൽ, സാമ്പത്തിക സാമൂഹിക പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഫുൾ എംപ്ലോയ്മെന്റ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ഇവയാണ് ദ എയിം ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ ഏത് വർഷമാണ് സ്ഥാപിതമായത്? 1945 ജൂൺ 26. 1945 ജൂൺ 26 ആണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. ഇത് പൂർണ്ണ തൊഴിൽ, സാമ്പത്തിക സാമൂഹിക പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ജീവിത നിലവാരം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം. നാളെ അവധിയാണ്. ഏവർക്കും ജേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ബക്രീദ് ആശംസകൾ. നമുക്ക് വീണ്ടും തിങ്കളാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.